ഹലോ. അപ്പോൾ ദേ അങ്ങനെ 10ാമത്തെ നോമ്പും ആയിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നാലേ 10ാമത്തെ നോമ്പായത്. അങ്ങനെ ഇന്നിപ്പോൾ ദേ ഞാൻ കുക്കിങ്ങിനും കാര്യങ്ങൾക്കും ഒന്നും നിൽക്കുന്നില്ല കേട്ടോ. കാരണം ഇന്ന് എൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിൽ നോമ്പ് തുറയായിരുന്നു. അങ്ങനെ ഞങ്ങളിത് നേരെ മൂത്താപ്പാൻ്റെ വീട്ടിലേക്കാണ് പോണത് കേട്ടോ. അവിടെ എത്തിയപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ നമ്മളെ നോമ്പ് തുറക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്യാനാണ് നിന്നത്. അങ്ങനെ ദേ വലിയവർക്കൊക്കെ വേണ്ടി ടേബിളും മേലും ഞങ്ങളിത് പിന്നെ ഹാളിൽ പായ വിരിച്ച് അവിടെ എല്ലാവരും കൂടെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ബാങ്ക് വിളിച്ചപ്പോൾ എല്ലാവരും പിന്നെ നോമ്പ് തുറന്ന് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ ഫുഡ് ഐറ്റംസ് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ബിരിയാണിയും പത്തിരിയും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് കുറച്ച് ബിരിയാണിയാണ് കഴിച്ചത്. അങ്ങനെ അവിടുന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ നേരെ പോണത് ഇപ്പോൾ പട്ടാമ്പിയിലൊരു ട്രെൻഡിങ് വന്നിട്ടുണ്ടല്ലോ, അതിലേക്കാണ് കേട്ടോ. കുറേ ഇക്കാനോട് പറയണു. ദേ അങ്ങനെ നമ്മുടെ സ്വന്തം പട്ടാമ്പിച്ചേരിക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് താ ഞങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. പേരയ്ക്കയും മാങ്ങയും വാട്ടർമെലണും എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവരെ കാസർഗോഡൻ മസാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. അപ്പോൾ നമുക്ക് ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ മൂപ്പര് പിന്നെ നിങ്ങളെ കൊണ്ട് ഇവിടെ അധികം നേരം നിന്നാൽ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഇതേ ഞങ്ങൾക്ക് കുറച്ചൊക്കെ വാങ്ങി തന്നിട്ട് ഞങ്ങളെ കൂട്ടി തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്. അപ്പോൾ അത്രയേ ഉള്ളൂ.